വചനത്തിൽ വാഴും സ്വർഗീയ താത ആരാധിക്കുന്നു ഞങ്ങൾ. മാംസമായി തീർന്ന വചനമേ നാഥ ആരാധിക്കുന്നു ഞങ്ങൾ. നമ്മുടെ ഒരു മിഷനറി ബ്രസീലിയന ഒരു സ്ത്രീ, അവർ 35 വർഷം 35 ഇപ്പം 40 വർഷത്തിൽ കൂടുതലായി 45 വർഷമായിട്ട് അവിടെ മിഷനറിയാണ്. 40 വർഷത്തിനിടയ്ക്ക് അവർക്ക്, ഞാൻ അവരെ കാണുമ്പം അവർ 25 വർഷമായിട്ടോ 27 വർഷമായിട്ടോ മറ്റോ അവിടെ മിഷനറിയാണ്. ആ 27 വർഷത്തിനിടയ്ക്ക് 33 പ്രാവശ്യം മറ്റോ അവർക്ക് മലേറിയ വന്നിട്ടുണ്ട്. അങ്ങനെ മലേറിയ ഭയങ്കര കോമണാണ്, അതിന് മരുന്നുമുണ്ട്. അപ്പോൾ ഡോക്ടർ മലേറിയയുടെ ലക്ഷണം പറഞ്ഞാൽ ഉടനെ തന്നെ മരുന്ന് കുറിച്ച് തരും. അപ്പോൾ നമ്മൾ ചെന്ന് പറയുന്നു, അത് എനിക്ക് ഭയങ്കര ചുമ, പനി, വിറയൽ, വിശപ്പില്ല, ഛർദ്ദിക്കുന്നു എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയും മലേറിയ, ഈ മരുന്ന് കഴിച്ചു. ഇതെന്നും കണ്ടുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ഒരു തൂപ്പുകാരനുണ്ട്. തൂപ്പുകാരൻ ഒരു ദിവസം ഡോക്ടർ വന്നില്ല, ഡോക്ടറുടെ കുപ്പായമൊക്കെ ഇട്ട് അവിടെ ഇരിക്കുക. ഡോക്ടർ കളിച്ച് ഉടനെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ, യെസ്, പനി, ചുമ, ഛർദില്, ദേഹത്തിന് വിറയല്, അത് മലേറിയയാ, എന്നാ ഈ മരുന്ന് കഴിച്ചോ എന്ന് പറഞ്ഞ് അയാൾ മരുന്നെടുത്ത് കൊടുത്തു. കാര്യം അയാൾ എപ്പോഴും കാണുന്നതാണല്ലോ ഡോക്ടർ മരുന്നെടുത്ത് കൊടുക്കുന്നത്. ഈ മരുന്ന് കഴിച്ചാൽ മലേറിയ പോകുമോ? പോകും. കാര്യം ഡോക്ടർ വ്യാജനാണെങ്കിലും മരുന്ന് ഒറിജിനലാ. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞ പോലെ ഞാൻ തമാശയ്ക്കാണെങ്കിലും പറയുക, ഏതെങ്കിലും രീതിയിൽ പാപത്തിൽ ജീവിക്കുന്ന ഒരു പ്രവാചകനോ അതുപോലുള്ള ഒരാളോ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഭൂതത്തെ ശാസിക്കുന്നു ഇറങ്ങിപ്പോന്ന് പറഞ്ഞാൽ ചിലപ്പം യേശുവിൻ്റെ നാമം കേട്ടിട്ട് ഈ ഭൂതം അങ്ങ് പോയെന്നിരിക്കും. പക്ഷേ ഭൂതത്തെ ഇറക്കിയവൻ സ്വർഗത്തിൽ പോകത്തില്ല. കാരണം മരുന്ന് ഒറിജിനലാണെങ്കിലും ഇവൻ ഡ്യൂപ്ലിക്കേറ്റാണ്. അങ്ങനെ ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റ് പ്രസംഗകരും പ്രവാചകന്മാരും ഭൂതശാന്തി ഉള്ളവരും ഒക്കെ, ഭൂതശാന്തിയൊക്കെ കാണിക്കുന്നവർ ഒക്കെ ഇതിനകത്ത് കാണുമായിരിക്കും. അപ്പോൾ അത് വെച്ചോണ്ട് അങ്ങനൊരു ശുശ്രൂഷ ഉണ്ടെന്ന് പറഞ്ഞു പോലും സ്വർഗത്തിൽ പോകണമെന്ന് നിർബന്ധമില്ല. കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല, ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറയുന്നത് അറിയുന്നില്ലെന്ന് പറഞ്ഞിട്ട് അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നാ. അപ്പം അതിൻ്റെ അടുത്തും അറിയാമെന്നാ അല്ലേ? അറിയാൻ എനിക്ക് വിളിക്കാൻ പറ്റുകയല്ലോ. അങ്ങനെ ഇപ്പോൾ വഴിയെ വന്ന് ഒരുത്തനെ കണ്ടോണ്ട് ഉടനെ ഞാൻ എടാ കള്ളാന്ന് വല്ലതും വിളിക്കാൻ പറ്റുമോ? ഇല്ല. കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ അറിയുന്നത് രോഗശാന്തി ഉള്ളവരായിട്ടും ഭൂതശാന്തി ഉള്ളവരായിട്ടും ഒന്നുമല്ല, ഞാൻ നിങ്ങളെ അറിയുന്നത് അധർമ്മം പ്രവർത്തിക്കുന്നവരായിട്ടാണ്. കാരണം പള്ളിക്കകത്ത് നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, പള്ളിക്ക് പുറത്ത് നിങ്ങൾ അധർമ്മം പ്രവർത്തിച്ചു. ഒരു കാര്യം ഞാൻ പറയാം, പള്ളിക്കകത്ത് ചെയ്യുന്ന ശുശ്രൂഷകൾ കൊണ്ടല്ല ഒരാൾ സ്വർഗത്തിൽ പോകുന്നത്, പള്ളിക്ക് പുറത്ത് ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ടാണ്, നമ്മുടെ ജീവിതം കൊണ്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാതെ വെറുതെ കർത്താവേ എന്ന് വിളിക്കുന്നതിനകത്തോ ശുശ്രൂഷ ചെയ്യുന്നതിനകത്തോ വെറും സോക്കോൾഡ് ആരാധകരോ സോക്കോൾഡ് അനീതി ചെയ്ത് ജീവിക്കുന്ന ശുശ്രൂഷകരോ, അങ്ങനെ ഒത്തിരി പേരുണ്ട്. അനീതി ചെയ്ത് ജീവിക്കുന്ന ശുശ്രൂഷകരോ, ഭയങ്കര ശുശ്രൂഷ ചെയ്യുന്ന ആളുകളെ ചിലരെ ആഫ്രിക്കയിലൊക്കെ എനിക്കറിയാം, ജീവിക്കുന്നത് വല്ലവൻ്റെയും ഭാര്യയുടെ കൂടെ. ഇവിടെ വലിയ ശുശ്രൂഷയൊക്കെ കാണിക്കും, പക്ഷേ സ്വർഗത്തിൽ പോകത്തില്ല. കാരണം ദൈവം എപ്പോഴും നോക്കുന്നത് നീ അകത്ത് എന്തെങ്കിലും കാണിക്കുന്നോ എന്നുള്ളതല്ല, പുറത്ത് നീ എങ്ങനെ പ്രവർത്തിക്കുന്നു. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവരാജ്യത്തിൽ കടക്കുന്നത്. അതിന് സംശയമൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വർഗസ്ഥ പിതാവിൻ്റെ ഇഷ്ടം ഞാൻ പറഞ്ഞല്ലോ, ആ ഇഷ്ടം നമ്മൾ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ആ ഇഷ്ടം അറിയണം. അതറിയുന്നതിന് നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വചനം മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ നമ്മൾ അതിൻ്റെ 7-ാം അധ്യായത്തിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗത്ത് തന്നെ നമ്മൾ കാണുന്നതായ കാര്യം, അതിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ, കർത്താവ് ഇതെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്,
എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, എൻ്റെ നാമത്തിൽ നിങ്ങൾ വീര്യപ്രവർത്തികൾ പ്രവർത്തിച്ചു എന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ. പക്ഷേ അതൊന്നും ഞാൻ നോക്കുന്നില്ല. ഞാൻ നിങ്ങളെ അധർമ്മം പ്രവർത്തിക്കുന്നവർ എന്നെ വിട്ടുപോകുവീൻ എന്ന് തീർത്തു പറയും. എന്നിട്ട് കർത്താവ് പറയുന്ന വാചകം, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ എല്ലാം പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. എൻ്റെ ഈ വചനങ്ങളെ കേൾക്കുന്നവനല്ല, എൻ്റെ ഈ വചനങ്ങളെ പ്രസംഗിക്കുന്നവനുമല്ല. കേൾക്കുന്നത് നല്ലതാണ്, പ്രസംഗിക്കുന്നത് നല്ലതാണ്. പക്ഷെ കേട്ടത് കൊണ്ടോ പ്രസംഗിച്ചത് കൊണ്ടോ നമ്മൾ ദൈവരാജ്യത്തിൽ കടക്കുമെന്ന് ചിന്തിക്കേണ്ട. ഇവിടെ ഭയങ്കരമായിട്ടുള്ളൊരു വ്യത്യാസമുണ്ട് ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനും ചെയ്യാത്തവനും. എൻ്റെ ഈ വചനങ്ങളെ, അപ്പോൾ മോളിൽ നമ്മൾ പറഞ്ഞ എന്താണ്? ഇഷ്ടം ചെയ്യുന്ന കാര്യമാണ് നമ്മൾ മോളിൽ പറഞ്ഞത്. കർത്താവ് തന്നെ പറഞ്ഞത്, സ്വർഗസ്വനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. പിന്നെ അതിനെ വചനവുമായി കർത്താവ് ബന്ധിപ്പിക്കുകയാണ്. കർത്താവ് പറയുകയാണ്, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനല്ല, ഇഷ്ടം ചെയ്യുന്നവൻ, വചനം പ്രാവർത്തികമാക്കുന്നവൻ എന്നാണ് അവിടെ പറയുന്നത്. ഇഷ്ടം ചെയ്യുന്നവൻ എന്ന് പറഞ്ഞതിന് താഴെ പറയുകയാണ്, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അരച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. എന്താണ് പാറമേലുള്ള അടിസ്ഥാനം? ദൈവത്തിൽ നിന്ന്, കർത്താവിൽ നിന്ന് കേട്ട വചനം. ഈ ബൈബിളിന്റെ കാര്യമായി പറയുന്നത്. ഈ ബൈബിൾ അതനുസരിച്ച് ജീവിക്കുന്നവനാണ് സ്വർഗത്തിൽ പോകുന്നത്. അവന്റെ വീട് തകർന്നു പോകയില്ല. വ്യത്യാസം, ഒന്ന് ചെയ്യുന്നവൻ, രണ്ട് എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും. അപ്പൊ ഡിഫറൻസ് രണ്ട് കൂട്ടർ തമ്മിലാണ്. ഒന്ന് വചനത്തെ കേട്ട് ചെയ്യുന്നവനും വചനത്തെ കേട്ട് ചെയ്യാത്തവനും. ചെയ്യാത്തവൻ മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യം. ഒരു കാറ്റടിച്ചു, അത് തകർന്നു പോയി, നിത്യതയോളം നിലനിൽക്കുന്നതൊന്നുമല്ല. എന്നാൽ വചനത്തിൽ നിലനിൽക്കുന്നവൻ അവൻ നിത്യതയിലേക്ക് പോകുന്നവനാണ്. അവൻ നിത്യതയിലേക്ക് പോകുന്നതായ കാര്യം. മണലിന്മേൽ പണിത വീട് കാറ്റടിച്ചപ്പോഴത്തേക്ക് വീണെന്ന് തന്നെയല്ല, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നെന്ന് എഴുതിയിരിക്കുന്നത്. നോക്കുക, വീഴ്ച വലിയതായിരുന്നു. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ. ഈ രണ്ട് വ്യത്യാസമാണ് നമ്മളിവിടെ കാണുന്നത്. സ്വർഗത്തിലേക്ക് നിലനിൽക്കുന്ന ജീവിതവും ഇവിടെ തന്നെ തകർന്നു പോകുന്ന ജീവിതവും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ സ്വർഗത്തിലേക്ക് നിലനിൽക്കുന്ന ജീവിതം നയിക്കുന്നവൻ. ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവൻ. രണ്ടു കൂട്ടരും കേട്ടതാ, ഒരു കൂട്ടർ മാത്രമല്ല കേട്ടത്, രണ്ടു കൂട്ടരും വചനം കേട്ടതാണ്. പക്ഷെ കേട്ടത് അത് വിശ്വസിച്ച് പ്രവൃത്തിയിൽ കൊണ്ടുവന്നവൻ സ്വർഗത്തിലേക്ക് നിലനിൽക്കുന്ന, കാറ്റടിച്ചു, വൻമല ചൊരിഞ്ഞു, മരണം വരെ സംഭവിച്ചാലും അവൻ താഴെ വീഴത്തില്ല. കാര്യം അവൻ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിതവനാണ്. എന്നാൽ കേട്ട് ചെയ്യാത്തവൻ ഒരു ചെറിയ കാറ്റടിച്ചാൽ അവൻ്റെ വീട് പോകുന്നത് പോലെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനും ചെയ്യാത്തവനും എന്നുള്ള വ്യത്യാസം. അനുസരണമാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതായ കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അനുസരണം. ഇവിടെ സങ്കീർത്തനങ്ങളാണെങ്കിലും അതിൻ്റെ 119 സങ്കീർത്തനം, അത് മുഴുവൻ നിങ്ങൾ വായിക്കണം. വചനത്തെക്കുറിച്ച് ഇത്രയും കൃത്യമായിട്ട് പറയുന്ന വചനം. തികവുള്ള ന്യായപ്രമാണം എന്ന എൻ്റെ മെസ്സേജിനകത്ത് ഞാൻ ഇതിനെക്കുറിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ, 119 4 മുതലുള്ള വാക്യങ്ങൾ. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ എനിക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്നു. എന്തിനാ വചനം? വചനം തലയ്ക്ക് വെച്ച് കിടന്ന് ഉറങ്ങാനല്ല, സ്വപ്നം കാണാതിരിക്കാനല്ല. വചനം എന്തിനാണ്? വായിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. വായിച്ച് ഹൃദയത്തിൽ കയറി അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നവനാണ്, അത് അനുസരിക്കുന്നവനാണ്. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നെന്നാണ്. ചെയ്യുവാൻ, വായിക്കാൻ മാത്രമല്ല പ്രിയം, അത് ചെയ്യാനായിട്ട്, അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുവാനായിട്ട്. കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് തുല്യനാകുന്നു. സങ്കീർത്തനം 119 നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് അവ കൽപ്പിച്ച് തന്നിരിക്കുന്നു, അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, എന്തിനാണ് വചനം നമുക്ക് നൽകിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ മറ്റൊന്നിനുമല്ല, അത് ആചരിക്കേണ്ടതിന് വേണ്ടിയാണ്, അത് പ്രവർത്തിക്കേണ്ടതിന് വേണ്ടിയാണ്. വായിച്ചൊരു രസം, വായിച്ചാൽ ഞാൻ വചനം എൻജോയ് ചെയ്യുന്ന ആളാണ്. വചനം വായിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അങ്ങനെ വചനം വായിച്ചങ്ങ് രസിച്ച് അവിടെ ഇരിക്കാനല്ല. ഞാൻ വായിക്കുന്ന കാര്യങ്ങൾ അതെൻ്റെ ഉള്ളിൽ കയറി ദൈവവചനത്തിൽ എന്നെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം എന്താണെന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്നതാണ് നമ്മൾ കാണുന്നത്.
അവിടെ നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന്, 5-ാമത്തെ വാക്യത്തിൽ നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എൻ്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നു. ആചരിക്കേണ്ടതിന്. 6-ാമത്തെ വാക്യത്തിൽ നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകയില്ല. ഐ റെസ്പെക്ട് ഓൾ ദൈ കമാൻഡ്മെന്റ്. സൂക്ഷിക്കുന്നിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രവർത്തിക്കുന്നിടത്തോളം ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. 8-ാമത്തെ വാക്യത്തിൽ ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിക്കും, എന്നെ അശേഷം ഉപേക്ഷിക്കരുത്. ആചരിക്കും, പ്രവർത്തിക്കാനുള്ളതാണ്, വായിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. വായിക്കുമ്പോൾ അവൻ്റെ ഇഷ്ടം നമ്മൾ ഗ്രഹിക്കുന്നു. ആ ഇഷ്ടം ഗ്രഹിച്ചാൽ അത് നമ്മൾ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. എന്നിട്ടാ ചോദിക്കുന്നത്, ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. നമ്മുടെ നടപ്പിനെ സൂക്ഷിക്കുക. നമ്മുടെ നടപ്പ് വചനപ്രകാരം. അവിടെ എഴുതിയിരിക്കുകയാണ്, നിന്റെ വചനപ്രകാരം എൻ്റെ നടപ്പിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ പ്രവൃത്തിയിൽ ദൈവത്തിൻ്റെ വചനം നിറഞ്ഞു നിൽക്കണം. ആ വചനമാണ് ഞാൻ ജീവിക്കുന്നത്, എന്നെ ജീവിപ്പിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. കേൾക്കുന്നത് നല്ലതാണ്, പക്ഷെ കേട്ടാൽ മാത്രം പോരാ. കേൾക്കുന്ന വചനങ്ങൾ പ്രയോഗത്തിൽ കൊണ്ടുവരണം, പ്രായോഗികമാക്കണം. കേൾക്കുന്നത് എന്നെക്കുറിച്ചുള്ള ദൈവേഷ്ടമാണ്, വചനത്തിൽ എഴുതിയിരിക്കുന്നു. അത് ഞാൻ പ്രയോഗത്തിൽ കൊണ്ടുവരണം. യാക്കോബിൻ്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായത്തിൽ തന്നെ യാക്കോബ് പറയുന്നതായ ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ 18-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ നാം അവൻ്റെ സൃഷ്ടിയിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നു. ഈ വചനവും നമ്മളുമായിട്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വചനത്തിൻ്റെ ഒന്നാമത് നമ്മളെ ജനിപ്പിച്ചത് തന്നെ, നമ്മളെ വീണ്ടും ജനിപ്പിച്ചത് തന്നെ സത്യത്തിൻ്റെ വചനത്താൽ. നമ്മളുടെ ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഇറ്റ് ഈസ് ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്. അവൻ്റെ വചനത്താൽ നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. വചനത്താൽ. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനത്തിലും ഈ കാര്യം 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത്, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞിട്ട് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ രക്ഷയ്ക്കായി വളരുവാൻ വചനത്താൽ നമ്മൾ ജനിച്ചു ഇല്ലേ? അത് വചനത്താൽ നമ്മൾ ജനിച്ചു എന്നുള്ളത് 1 പത്രോസിന്റെ ലേഖനത്തിൽ തന്നെ 1-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ വീണ്ടും അത് എടുത്തു പറയുന്നുണ്ട്. 1-ന്റെ വാക്യത്തിൽ കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം തൻ്റെ ഇഷ്ടത്താൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് സത്യത്തിൻ്റെ വചനത്താലാണെന്ന് യാക്കോബ് പറയുന്നു. പത്രോസ് പറയുന്നു, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. എൻ്റെ വീണ്ടും ജനനാനുഭവം തന്നെ ദൈവത്തിൻ്റെ വചനത്താൽ. ഈ വചനം എന്ന് പറയുമ്പോൾ 2 രീതിയിലുള്ള അർത്ഥം വചനത്തിനുണ്ട്. 1 എഴുതപ്പെട്ടതായ വചനം, 2 ജഡാവതരണം ചെയ്ത വചനമായ യേശു. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം വായിക്കുമ്പോൾ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം നമ്മുടെ ഇടയിൽ പാർത്തു. അതാണ് യേശു കർത്താവ്. ജഡാവതരണം ചെയ്ത വചനമാണ് യേശു കർത്താവ്. എഴുതപ്പെട്ട വചനമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നതായ ഈ ബൈബിൾ. ആ ജഡാവതരണം ചെയ്ത വചനത്താലാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. യേശുവിലൂടെയാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. ആ വചനം, ആ സത്യത്തിൻ്റെ വചനത്താൽ നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. എന്നാൽ 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. അപ്പം നമ്മൾ രക്ഷിക്കപ്പെട്ടത് തന്നെ, വീണ്ടും ജനിച്ചത് തന്നെ ജഡാവതരണം ചെയ്ത വചനത്താലാണ്. ആ വചനത്തിലാണ് നമ്മുടെ രക്ഷയിൽ വളരുന്നതും. നമ്മൾ ജനിച്ചത് വചനത്താലാണ്, വളരുന്നത് വചനത്താലാണ്. അത് നമ്മൾ മനസ്സിലാക്കണം.
അങ്ങനെ വചനത്താൽ ജനിച്ച, വചനത്താൽ വളരുന്ന ഒരനുഭവം എല്ലാ വിശ്വാസികൾക്കും ഉണ്ടാകണം. അത് നമ്മൾ കേട്ട് പ്രവർത്തിക്കണം. യാക്കോബിന്റെ ലേഖനത്തിലേക്ക് നമ്മൾ വീണ്ടും വരുമ്പോൾ അവിടെ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വീണ്ടും നമുക്ക് കുറെ കൂടെ സമ്പുഷ്ടമായിട്ട് അവിടെ പറയുന്നുണ്ട്. നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. പ്രിയ സഹോദരന്മാരെ, ഇത് നിങ്ങൾ അറിയുന്നുവല്ലോ. എന്നാൽ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവൻ ആകട്ടെ. കേൾപ്പാൻ വേഗത. എന്ത് കേൾക്കാൻ? വചനം കേൾക്കാൻ വേഗത വേണം. വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനുവേണ്ടിയുള്ള വലിയ ആകാംക്ഷയോടെ നമ്മൾ വചനം കേൾക്കണം. ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും ഉണ്ടായിരിക്കട്ടെ. 21-ാം വാക്യത്തിൽ ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. വചനത്തിൽ വാഴും സ്വർഗീയ താത ആരാധിക്കുന്നു ഞങ്ങൾ. വചനത്തിൽ വാഴും സ്വർഗീയ താത ആരാധിക്കുന്നു ഞങ്ങൾ. മാംസമായി തീർന്ന വചനമേ നാഥ ആരാധിക്കുന്നു ഞങ്ങൾ. മാംസമായി തീർന്ന വചനമേ നാഥ ആരാധിക്കുന്നു ഞങ്ങൾ. എന്നെന്നും എന്നോടു കൂടെ വാഴാൻ എല്ലാവർക്കുമെല്ലാമായി തീർന്നിടുവാൻ എന്നെന്നും എന്നോടു കൂടെ വാഴാൻ എല്ലാവർക്കുമെല്ലാമായി തീർന്നിടുവാൻ മാംസരക്തങ്ങൾ ആയവനേ ഹൃദയത്തിൽ വന്നു നീ വാഴേണമേ. മാംസരക്തങ്ങൾ ആയവനേ ഹൃദയത്തിൽ വന്നു നീ വാഴേണമേ. ലോകത്തെ വചനത്താൽ പവിത്രമാക്കാൻ ദാസരെ വചനത്താൽ നയിച്ചിടുവാൻ ലോകത്തെ വചനത്താൽ പവിത്രമാക്കാൻ
വചനത്താൽ നയിച്ചിടുവാൻ വചനത്തിൻ ശക്തിയായി തീർന്നവനെ തനയരിൽ വന്നു നീ നിറയേണമേ. വചനത്തിൻ ശക്തിയായി തീർന്നവനെ തനയരിൽ വന്നു നീ നിറയേണമേ. വചനത്തിൽ വാഴും സ്വർഗീയ താത ആരാധിക്കുന്നു.